നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. സിലിണ്ടർ ബുക്കിംഗിനായി ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്ക്. ജില്ലയിൽ 25% ഹോട്ടലുകൾ പൂട്ടി. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിൽ ഇടപെട്ട ഹൈക്കോടതി. ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തും. ചർച്ച പൂർത്തിയാകും വരെ സമരം പാടില്ലെന്ന് ഹൈക്കോടതി. വെള്ളറക്കാട് കിടപ്പ് രോഗിയായ വയോധികയെ കടിച്ചുകൊന്ന തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശൂരിലെ സ്ഥാനാർത്ഥിയായത് ആഹ്ലാദകരമെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. കവി സച്ചിദാനന്ദന്റെ കാലിൽ തൊട്ട് വണങ്ങി LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ തുടക്കം. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചടങ്ങ് ബഹിഷ്കരിച്ച് മേയർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. സിലിണ്ടർ ബുക്കിംഗിനായി ഗ്യാസ് ഏജൻസികളിൽ തിരക്കേറി. ഗ്യാസ് ബുക്കിംഗ് നമ്പറുകൾ പലയിടത്തും പ്രവർത്തനരഹിതമാണ്. വെബ്സൈറ്റും പണിമുടക്കുന്നതായി പരാതിയുണ്ട്. ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെ ആളുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 45 ദിവസം കഴിഞ്ഞാലേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായതോടെ കൂടുതൽ ഹോട്ടലുകൾ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവച്ചു. അതേസമയം LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ഭക്ഷ്യസുരക്ഷാ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. സാങ്കേതിക പ്രശ്നം മൂലമാണ് ബുക്കിംഗ് തടസ്സപ്പെടുന്നത്. ബുക്കിംഗ് വർദ്ധിച്ചതോടെ സെർവർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ ജില്ലയിൽ 25% ഹോട്ടലുകൾ അടച്ചുപൂട്ടി. 800ഓളം ഹോട്ടലുകൾ ഉള്ള തൃശൂർ നഗരപരിധിയിലും പരിസര പ്രദേശങ്ങളിലുമായി 40-ലധികം ഹോട്ടലുകളാണ് പൂട്ടിയത്. അവശേഷിക്കുന്ന ഹോട്ടലുകളിൽ ഞായറാഴ്ച വരെ പ്രവർത്തിക്കുന്നതിനുള്ള പാചകവാതക സിലിണ്ടറുകൾ മാത്രമാണ് പലയിടത്തും ഉള്ളത്. ഹോട്ടലുകളിൽ വിഭവങ്ങൾ വെട്ടിച്ചുരുക്കുകയും പ്രവർത്തന സമയം കുറയ്ക്കുകയും ചെയ്തു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടയ്ക്കുന്നതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും നിത്യേന ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ആളുകളും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. കാറ്ററിംഗ് സർവീസ് നടത്തിപ്പുകാരും കടുത്ത ആശങ്കയിലാണ്. മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു. LPG ക്ഷാമത്തെ തുടർന്ന് വാതക ശ്മശാനങ്ങളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. പാറമേക്കാവ്, ശാന്തിഘട്ട്, വടൂക്കര, കുരീച്ചിറ എന്നിവിടങ്ങളിലെ വാതക ക്രിമിറ്റോറിയത്തിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ അടുപ്പിന് ആവശ്യക്കാർ വർദ്ധിക്കുകയാണ്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ് കൂടുതലായും ഇൻഡക്ഷൻ അടുപ്പ് വാങ്ങിക്കുവാൻ എത്തുന്നത്. മറ്റൊരു സാഹചര്യവും ഇല്ലാത്തതിനാലാണ് ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറുന്നതെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങളൊക്കെ 100% ഗ്യാസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർക്ക് ഇപ്പൊ ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഡെയിലി ന്യൂസിൽ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്ളാറ്റിൽ ഇരിക്കുന്നവർക്ക് വേറെ ഓൾട്ടർനേറ്റ് ഒരു സംവിധാനവും ഇല്ല, വിറകോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല. പലർക്കും ഗ്യാസ് കിട്ടാൻ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. ഗ്യാസ് ബുക്കിംഗ് ചെയ്താൽ ലഭിക്കാൻ ദിവസങ്ങളെടുക്കും. ഇൻഡക്ഷൻ അടുപ്പ് ഉപയോഗിച്ചാൽ വൈദ്യുതി ബില്ല് വർദ്ധിക്കും എന്ന ആശങ്കയും വീട്ടമ്മമാർക്കുണ്ട്. എന്നിരുന്നാലും മറ്റു മാർഗം ഇല്ലാത്തതിനാൽ ഈ മാർഗം സ്വീകരിക്കുന്നുവെന്ന് ഇവർ പറയുന്നു. നിലവിൽ ഇൻഡക്ഷൻ അടുപ്പ് ഉണ്ടെങ്കിലും സ്റ്റോക്ക് തീർന്നാൽ കിട്ടാത്ത അവസ്ഥ വന്നേക്കാമെന്ന് വ്യാപാരികൾ പറയുന്നു. TCV ന്യൂസ്, ചാവക്കാട്. പാചകവാതക പ്രതിസന്ധിയിൽ സാധാരണക്കാരുടെ ആശ്രയമായ കുന്നംകുളത്തെ സുഭിക്ഷ ഹോട്ടലിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. തുച്ഛമായ തുകയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ആരംഭിച്ച സുഭിക്ഷ ജനകീയ ഹോട്ടലിനെ ഏത് നിമിഷവും താഴ്വീഴാം. ഉച്ചഭക്ഷണത്തിന് പുറമെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചായയും പലഹാരങ്ങളും വിപണനം നടത്തിയിരുന്ന സ്ഥാപനത്തിൽ വ്യാഴാഴ്ച മുതൽ ഉച്ചയൂണ് മാത്രമാണ് വിളമ്പുന്നത്. പ്രതിമാസം 70 സിലിണ്ടർ ഗ്യാസ് ഇവിടെ ഉപയോഗിച്ചു വരുന്നുണ്ട്.
ഗ്യാസിന് ക്ഷാമം നേരിട്ടതോടെ ജീവനക്കാരുടെ ജോലിയെയും ബാധിക്കുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സുഭിക്ഷ ഹോട്ടൽ കോവിഡ് കാലഘട്ടത്തിൽ പോലും അടച്ചുപൂട്ടൽ ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് കോർഡിനേറ്റർ സി അനിത പറഞ്ഞു. പാചകവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ വിറക് ഉപയോഗിച്ചാണ് ഇപ്പോൾ പാചകം നടത്തുന്നത്. വിറകുപയോഗിച്ച് എത്രകാലം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. TCV ന്യൂസ്, കുന്നംകുളം. പിടിച്ചു നിൽക്കാൻ സാമ്പാറും ചിക്കനും വിറകടുപ്പിലേക്ക് മാറ്റി മാള ബ്ലോക്ക് പഞ്ചായത്തിലെ കുടുംബശ്രീ കലവറ ജനകീയ ഹോട്ടൽ. ഈ സ്ഥിതി തുടർന്നാൽ തിങ്കളാഴ്ചയോടെ ഹോട്ടൽ അടയ്ക്കേണ്ടി വരും. ഗ്യാസ് ഇല്ലാതായപ്പോൾ ചായയും പുട്ടും ഓംലറ്റും ഉപേക്ഷിച്ചു. അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന ചോറ് 30 രൂപ നിരക്കിൽ കൊടുത്താൽ മിച്ചമായി ഒന്നും ഉണ്ടാകില്ല. ഇപ്പോഴുള്ള ഗ്യാസ് തിങ്കളാഴ്ചയോടെ കഴിയുന്ന അവസ്ഥയാണ്. കൂടുതൽ ദിവസത്തേക്ക് ലഭിക്കുന്നതിനായാണ് ചില കറികൾ വിറകടുപ്പിലേക്ക് മാറ്റിയത്. കുടുംബശ്രീയിലെ 4 പേരാണ് കലവറ ജനകീയ ഹോട്ടൽ നടത്തുന്നത്. 4 പേരും ഈ ഹോട്ടലോട്ട് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ചായ നിർത്തുകയാണ്, ഓംലേറ്റ് നിർത്തുകയാണ്, പിന്നെ പുട്ട് നിർത്തുകയാണ്. പിന്നെ ഇഡ്ഡലി മാത്രം പോകണമെങ്കിൽ ചായ വേണം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ വിറക് കൊണ്ട് നമ്മൾ ഇന്ന് സാമ്പാർ ചോറ് എല്ലാം വിറകിലാക്കി. വിറകിലാണ് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട്. ഇപ്പോൾ 2 ദിവസം പോകണം. ഈ തിങ്കളാഴ്ചയോടുകൂടി ഒരുമാതിരി നിർത്താമെന്നുള്ള മട്ടിൽ നമ്മൾ പോകണം. പൊയ്യയിലെ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മ നടത്തുന്ന അമ്മ ഹോട്ടലിൽ ഇപ്പോൾ എല്ലാം വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യ സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല. ഗ്യാസ് ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല. ഈ നിലയിൽ ഒരാഴ്ച കൂടി മുന്നോട്ട് പോകാൻ കഴിയും. ചായക്കടകളുടെയും ഹോട്ടലുകളുടെയും പ്രവർത്തന സമയം ചുരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പല ഹോട്ടലുകളും അടച്ചിടേണ്ടി വരുമെന്ന അവസ്ഥയിലാണ്. TCV ന്യൂസ്, മാള. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പരാജയപ്പെട്ടുവെന്നാരോപിച്ച് മന്ത്രിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ ജി പിഷാരടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈർ, ട്രഷറർ PB ആരിഫ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് PH റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തും. ചർച്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ചർച്ച പൂർത്തിയാകും വരെ സമരം പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മിനിമം വേതനം 40,000 രൂപ വേണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ നഴ്സുമാർ സമരം നടത്തുന്നത്. സ്വകാര്യ മാനേജ്മെന്റുകളുടെ അസോസിയേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ. നഴ്സുമാർ നടത്തുന്ന സമരത്തിന് മനുഷ്യാവകാശ സംഘടനയായ HRPM-ഉം സാംസ്കാരിക വേദിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പുതുക്കാട് സെന്ററിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് സാംസ്കാരിക പ്രവർത്തക KH ആബിദ ഉദ്ഘാടനം ചെയ്തു. വർഗീസ് തെക്കേത്തല അധ്യക്ഷത വഹിച്ചു. HRPM ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, പഞ്ചായത്ത് അംഗങ്ങളായ സിജു പയ്യപ്പള്ളി, ജോയി മഞ്ഞളി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, കുമാരൻ പോറ്റിക്കര, ബൈജു കൊരേച്ചാൽ, അനിത സന്തോഷ്, ബിനു മാന്നാമംഗലം എന്നിവർ സംസാരിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കിടപ്പ് രോഗിയായ വയോധികയെ വീടിനകത്ത് കയറി കടിച്ചുകൊന്ന തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു.
കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് വയോധിക മരിക്കാൻ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദാരുണ സംഭവം ഉണ്ടായത്. കാർത്യായനിയെയും മകനെയും വീടിനകത്ത് കയറി നായ ആക്രമിക്കുകയായിരുന്നു. മുഖവും കഴുത്തും ഉൾപ്പെടെ ശരീരമാസകലം കടിയേറ്റ കാർത്യായനി തൽക്ഷണം മരിച്ചു. കാലിൽ കടിയേറ്റ മകൻ ദേവദാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണകാരിയായ തെരുവുനായയെ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് വെള്ളർക്കാട് പള്ളിക്ക് സമീപം വെച്ച് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടെ വീണ് സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന്റെ കൈക്ക് നേരിയ പരിക്കേറ്റു. പിടികൂടിയ നായ പിന്നീട് ചത്തു. മണ്ണുത്തി വെറ്ററിനറി കോളേജ് ആശുപത്രിയിൽ നടന്ന പരിശോധനയിൽ തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. അതിനിടെ കാർത്യായനിയുടെ മരണകാരണം കഴുത്തിനേറ്റ ആഴത്തിലുള്ള നായയുടെ കടിയേറ്റ മൂലമാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. കാർത്യായനിയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും അടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ചെറുതുരുത്തി ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. TCV ന്യൂസ് എരുമപ്പെട്ടി. 84-കാരിയെ തെരുവുനായ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടുങ്ങി വെള്ളറക്കാട് ഗ്രാമം. കൊല്ലൻപടിയിൽ ഇന്നലെ സന്ധ്യയോടെയാണ് അതിദാരുണമായ സംഭവം നടന്നത്. 2 വർഷം മുൻപ് വീണ് എല്ലുപൊട്ടിയതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു 84 വയസ്സുള്ള കാർത്യായനി. മാനസികാസ്വാസ്ഥ്യമുള്ള 60 വയസ്സുള്ള 2 മക്കളുമുണ്ട്. ഇന്നലെ വൈകിട്ട് 5:30 തൊട്ടടുത്ത് താമസിക്കുന്ന കാർത്യായനിയുടെ 4ാമത്തെ മകൻ മണി വീട്ടിൽ വന്ന് ലൈറ്റിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നതിന് പോയതാണ്. ഉച്ചയ്ക്കും മണി ഭക്ഷണം നൽകിയിരുന്നു. വൈകിട്ട് മണി വീട്ടിൽ പോയി അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണമെടുത്ത് തിരിച്ചു വന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും സഹോദരനെയുമാണ് കണ്ടത്. നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടിയ നേരത്ത് മുഖത്തും ശരീരത്തിലും രക്തം പുരണ്ട നായ ഓടി രക്ഷപ്പെട്ടു. അതിക്രൂരമായാണ് വയോധികയെ നായ ആക്രമിച്ചിരുന്നത്. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിട്ടുണ്ട്. മകൻ ദേവദാസിന് കാലിൽ ഗുരുതര പരിക്കുണ്ട്. വീട്ടിൽ വെച്ചു തന്നെ വയോധിക മരിച്ചിരുന്നു. ആക്രമണകാരിയായ വലിയ നായ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി പ്രദേശത്ത് ചുറ്റി നടക്കുന്നുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വയോധികയെ ആക്രമിച്ച ശേഷം നായ തൊട്ടടുത്തുള്ള വീട്ടിലെ വളർത്തുനായയെയും കുറച്ചപ്പുറത്ത് വീടിനു മുന്നിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്ന യുവാക്കളെയും ആക്രമിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രിയും പകലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നതിനും പുറത്തിറങ്ങുന്നതിനും മുതിർന്നവരോടൊപ്പം മാത്രമേ കഴിയുന്നുള്ളൂ. പ്രദേശത്ത് തുകൽ തൊഴിൽ നടത്തുന്നതിനാൽ തെരുവുനായ്ക്കൾ മാംസം ഭക്ഷിക്കാനെത്തുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. TCV ന്യൂസ് എരുമപ്പെട്ടി. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ സംസ്കാരത്തിനും പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്കും ആവശ്യമായ സഹായം സർക്കാരും പഞ്ചായത്തും നൽകുമെന്ന് AC മൊയ്തീൻ MLA. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. പഞ്ചായത്തും തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പുമായി ആലോചിച്ച് തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷെൽട്ടർ നിർമ്മിക്കാനും പദ്ധതിയുണ്ടെന്നും വിഷയം മുഖ്യമന്ത്രിയുടെയും തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. അതിദാരുണവും വേദനാജനകവുമായൊരു സംഭവമാണ് ഇന്നലെ ഈ കൊല്ലംപടി എന്ന് പറയുന്ന കടങ്ങോട് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുണ്ടായത്. വയസ്സി എന്ന ഒരു പരാശ്രയം വേണ്ട ഒരു സ്ത്രീയെ വീട്ടിൽ കയറിയാണ് തെരുവുനായ കടിച്ചത്. അതിൻ്റെ ഭാഗമായി മരണം സംഭവിച്ചു. മകനും ഇതുപോലെ ശാരീരിക സുഖമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിനും കടിയേറ്റിട്ടുണ്ട്. നായയെ ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അത് പരിശോധിക്കുകയാണ്. മറ്റുള്ള ചില അനിഷ്ട സംഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായി നായ പോയ വഴിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ പഞ്ചായത്ത് അധികൃതരും മറ്റുള്ളവരും നാട്ടുകാർ നല്ല ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും തെരുവുനായയുടെ ശല്യം കേരളത്തിലൊരു പ്രശ്നം തന്നെയാണ്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തുകൾക്കും നിലവിലുള്ള നിയമമനുസരിച്ച് സർക്കാരിന് ചെയ്യാവുന്നത് ഇത് ABC പദ്ധതി മാത്രമാണ്. ബർത്ത് കൺട്രോൾ എന്നുള്ള സ്ഥിതി മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടൽ നിയമസഭയിൽ നടത്തിയിരുന്നതാണ്. നിയമത്തിൽ ആവശ്യമായ ഭേദഗതി ഉണ്ടാകണം. ഉപദ്രവകാരികളായ ഇത്തരം നായകളെ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ അഴിച്ചുവിടാൻ അനുവദിക്കാനാവില്ല. അതുകൊണ്ട് അതിനാവശ്യമായ നിയമ ഭേദഗതി വേണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്.
വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായ ആക്രമണമുണ്ടായ സംഭവത്തിൽ തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനും മാറ്റിപ്പാർപ്പിക്കുവാൻ ഷെൽട്ടർ നിർമ്മിക്കാനും പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇതിന് 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് പറഞ്ഞു. പരിക്ക് പറ്റിയവരുടെ തുടർ ചികിത്സയ്ക്കും മരിച്ച വ്യക്തിയുടെ സംസ്കാരത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയുണ്ടായി. ആ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ തെരുവുനായകളെ പിടിച്ച് വന്ധ്യീകരണം നടത്തി ഷെൽട്ടർ അടക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിന് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സമഗ്രമായ പദ്ധതി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1 ശേഷം ആ പദ്ധതി കുറ്റമറ്റ രൂപത്തിൽ നടപ്പാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശൂരിലെ സ്ഥാനാർത്ഥിയായത് ആഹ്ലാദകരമാണെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ. സച്ചിദാനന്ദന്റെ കാലിൽ തൊട്ടു വണങ്ങി LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ തുടക്കം. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി കവി ആലങ്കോട് ലീലാകൃഷ്ണൻ K. സച്ചിദാനന്ദനെ വടൂക്കരയിലെ വസതിയിൽ സന്ദർശിച്ച വേളയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു K. സച്ചിദാനന്ദൻ. നല്ലൊരു പൊതുപ്രവർത്തകനാകാൻ ആലങ്കോട് ലീലാകൃഷ്ണന് കഴിയും. ആലങ്കോടിന്റെ സ്ഥാനാർത്ഥിത്വം എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അതീവ സന്തോഷത്തോടെ പിന്തുണയ്ക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. പ്രിയപ്പെട്ട കവിയും ഏറെക്കാലത്തെ സുഹൃത്തുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് തൃശ്ശൂരെ സ്ഥാനാർത്ഥി എന്നതിൽ വളരെയധികം ആഹ്ലാദിക്കുന്ന അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാത്തവരുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കാത്തവരുണ്ടാവില്ല. അതുകൊണ്ട് എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ പൂർണ്ണമായ പിന്തുണ ലീലാകൃഷ്ണന് തൃശ്ശൂർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഒരു നല്ല പൊതുപ്രവർത്തകനാകാനുള്ള മാനസികാവസ്ഥയും തയ്യാറെടുപ്പും എല്ലാം തന്നെ ലീലാകൃഷ്ണൻ ഉണ്ട് എന്ന് വളരെ കാലത്തെ പരിചയത്തിൽ നിന്ന് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം. അദ്ദേഹം തൃശ്ശൂരിൽ തനിക്ക് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും ജനങ്ങളുടെ ഒരു വിശ്വസ്ത സേവകനായി പ്രവർത്തിക്കുമെന്നും ജനങ്ങളുമായി നിരന്തരമായി സംവാദം നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും എനിക്കുണ്ട്. തന്റെ കൃതികളുടെ സമ്പൂർണ്ണ സമാഹാരത്തിന്റെ 1ാം വോള്യം തുടക്കങ്ങൾ സച്ചിദാനന്ദൻ ആലങ്കോടിന് സമ്മാനിച്ചു. പുസ്തകം വികാരഭരിതനായി ആലങ്കോട് ഏറ്റുവാങ്ങി. എൻ്റെ ജ്യേഷ്ഠ കവി ഗുരു കവിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരത്തിൻ്റെ ആദ്യത്തെ വോള്യമാണ്. 30-35 വോള്യങ്ങളായി ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു 60 കൊല്ലത്തെ പൂർണ്ണ സാംസ്കാരിക കാവ്യ ബൗദ്ധിക ചരിത്രം സർഗാത്മകമായി അടയാളപ്പെടാൻ പോകുന്ന ഒരു മഹത്തായ പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ഈ വോള്യം ഞാൻ ജീവിതത്തിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്നേഹമായി സ്വീകരിക്കുന്നു. സച്ചിദാനന്ദന്റെ കാലിൽ തൊട്ടു വണങ്ങിയാണ് ആലങ്കോട് യാത്രയായത്. P. ബാലചന്ദ്രൻ MLA, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സാറാമ റോബ്സൺ തുടങ്ങിയവരും ആലങ്കോടിനൊപ്പം ഉണ്ടായിരുന്നു. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ 136.79 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. ചടങ്ങ് ബഹിഷ്കരിച്ച് മേയറും കോർപ്പറേഷൻ അധികൃതരും. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ജനറൽ ആശുപത്രിയിലെ ശിലാസ്ഥാപന ചടങ്ങിനെക്കുറിച്ച് അറിയിച്ചില്ലെന്ന് ആരോപിച്ചാണ് മേയറും മറ്റ് കൗൺസിലർമാരും അടങ്ങുന്ന കോർപ്പറേഷൻ അധികൃതർ ചടങ്ങ് ബഹിഷ്കരിച്ചത്. വനിതകളുടെയും കുട്ടികളുടെയും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ആരോഗ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോഴും ശിലാസ്ഥാപന ചടങ്ങിനെക്കുറിച്ച് സൂചിപ്പിച്ചില്ലെന്നാണ് ആരോപണം. വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 7 നിലകളുള്ള കെട്ടിടമാണ് ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്നത്. നെഫ്രോളജി, ന്യൂറോളജി വിഭാഗങ്ങൾ, 250 കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യമുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ഓപ്പറേഷൻ തിയേറ്ററുകൾ, വാർഡുകൾ, ഡൈനിംഗ് ഹാൾ, സെമിനാർ ഹാൾ, കൂട്ടിരിപ്പുകാർക്കുള്ള താമസ സൗകര്യം തുടങ്ങിയവ സജ്ജമാക്കുന്ന കെട്ടിടം 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൗൺസിൽ യോഗത്തേക്കാൾ വലിയ മാനങ്ങളുള്ള ഈ ചെറിയ യോഗത്തിൽ മേയർ പങ്കെടുക്കേണ്ടതായിരുന്നുവെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് P. ബാലചന്ദ്രൻ MLA കുറ്റപ്പെടുത്തി. മുൻ മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ പനയ്ക്കൽ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. പൂരപ്രേമി സംഘത്തിന്റെ പേരിൽ തൃശൂർ നഗരത്തിലെ പല ചുവരുകളിലും പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ തങ്ങൾ പതിച്ചതല്ലെന്ന് പൂരപ്രേമി സംഘം. കേരളത്തിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആനകളുടെ ലഭ്യത സംബന്ധിച്ച് പൂരപ്രേമി സംഘത്തിന് വ്യക്തമായ നിലപാടും അഭിപ്രായവും ഉണ്ട്. എന്നാൽ നിലവിലെ പോസ്റ്റർ പ്രചാരണങ്ങളിൽ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പൂരപ്രേമി സംഘം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ചേർപ്പിൽ അതിഥി തൊഴിലാളിയെ ഭാര്യയും കാമുകനും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി തിങ്കളാഴ്ച വിധി പറയും. ചേർപ്പ് പാറക്കോവിലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി മൻസൂർ മാലിക്കാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ ഭാര്യ രേഷ്മ ബീവി, കാമുകൻ ബീരു എന്നിവരാണ് പ്രതികൾ. 2021 ഡിസംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇരിഞ്ഞാലക്കുട പുല്ലൂർ സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തോക്ക് എത്തിച്ചു നൽകിയ 2 പേരെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി മംഗലം കാലായിൽ വീട്ടിൽ ജസ്റ്റിൻ മാത്യു, ഇടുക്കി സ്വദേശി തറപ്പേൽ വീട്ടിൽ റീഗൻ ജോസഫ് എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസും റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. പുല്ലൂർ സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ ജോസ് കഴിഞ്ഞ 10-ാം തീയതി രാത്രിയാണ് ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാമിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. തനിക്ക് തോക്ക് നൽകിയത് പ്രതികളായ ജസ്റ്റിനും റീഗനും ചേർന്നാണെന്ന് ജോസ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്ന വെളിച്ചം എന്ന പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച തൃശൂരിൽ വാക്കത്തോൺ സംഘടിപ്പിക്കും. 12 വർഷം പിന്നിടുന്ന വെളിച്ചം പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 7:30 തൃശൂർ തെക്കേ ഗോപുരനടയിൽ വാക്കത്തോണും ഫ്ലാഷ് മോബും സംഘടിപ്പിക്കും. ആശുപത്രിയിലെ ജീവനക്കാർ ഉൾപ്പെടെ 130ഓളം പേർ പങ്കെടുക്കും. തുടർന്ന് 10:30 മുതൽ വൈകിട്ട് 4 വരെ തൃശൂരിലെ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ വെളിച്ചം എന്ന പ്രോഗ്രാമും അരങ്ങേറും. ഗ്ലോക്കോമ വാരാചരണത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം ബ്രാഞ്ചുകളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. തൃശൂരിൽ ആദ്യമായി ലാസിക്, SLT ലേസർ ചികിത്സ എന്നിവ കൊണ്ടുവന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. കണ്ണിലെ പ്രഷർ നിയന്ത്രിക്കാനുള്ള ലളിതമാർഗമായ KDB ഗ്ലൈഡ് ഗോണിയോട്ടോമി ശസ്ത്രക്രിയ തൃശൂരിൽ ഇപ്പോൾ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ മാത്രമാണുള്ളത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ അഡ്വക്കേറ്റ് പാർവതി മേനോൻ, റീജിയണൽ മാനേജർ A. അജിത് കുമാർ, ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ചിഞ്ചു സുധീഷ്, വനിതാ സുജിത്ത് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വാണിയമ്പാറ മുതൽ പാലിയേക്കര വരെയുള്ള 32.5 കിലോമീറ്റർ ദൂരത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിച്ച അത്യാധുനിക ശേഷിയുള്ള CCTV നിരീക്ഷണ സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പ്രവർത്തന ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. 24 മണിക്കൂറും സാന്നിധ്യവും ശക്തമായ സുരക്ഷാ നിരീക്ഷണ സംവിധാനവും ഒരുക്കുന്നതിന്റെ ഭാഗമായി കേരള റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് 1.82 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 60ഓളം ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള അത്യാധുനിക ശേഷിയുള്ള നിരീക്ഷണ സംവിധാനം സാധ്യമാക്കുന്നത്. ട്രെയിനിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് വീണ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാസർഗോഡ് സ്വദേശി 40 വയസ്സുള്ള അച്യുതാനന്ദ ഷേണായിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് വേണാട് എക്സ്പ്രസിൽ നിന്നും പുഴയിലേക്ക് വീണത്. സ്കൂബ ടീം മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയാണ് പടിഞ്ഞാറ് ചാലക്കുടിയിലെ കുടുങ്ങാപ്പുഴ കടവ് പരിസരത്തു നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. അങ്കമാലിയിലെ കരയാമ്പറമ്പിലെ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അച്യുതാനന്ദ ഷേണായി നാട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ തയ്യാറെടുത്ത തൃശൂർ കോർപ്പറേഷൻ മാർച്ച് അവസാനത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് ഏറ്റവും അനുയോജ്യം നിലവിലെ സാഹചര്യമാണ്. തോടുകളും ചാലുകളും മറ്റും വെള്ളം വറ്റിക്കിടക്കുന്നതിനാൽ അവിടങ്ങളിലെ മണ്ണും ചെളിയുമടക്കം നീക്കം ചെയ്യാൻ സാധിക്കും. ഇതിനു പുറമെ ജലാശയങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചണ്ടിയും പായലും നീക്കും. ഇതിനാവശ്യമായ യോഗങ്ങൾ നേരത്തെ ചേർന്നുവെന്ന് മേയർ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ നേരത്തെ പ്രവൃത്തികൾ തുടങ്ങാൻ തീരുമാനിച്ച ഭരണസമിതിയെ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ അനുമോദിച്ചു. അതേസമയം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന വാർഡ് തല സമിതി രൂപീകരണം, കൗൺസിലർമാർക്ക് കൃത്യമായ നിർദ്ദേശം, ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തൽ എന്നിവ ചെയ്തില്ലെന്ന്
പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആക്ഷേപം ഉന്നയിച്ചു. നഗരപരിധിയിലെ കെട്ടിടങ്ങൾക്ക് ആരോഗ്യ വിഭാഗം നൽകേണ്ട ട്രേഡ് ലൈസൻസ് പുതുക്കുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം അകറ്റണമെന്ന് കൗൺസിലർമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. 1500ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളെ K-സ്മാർട്ടിലേക്ക് മാറ്റിയപ്പോൾ താമസം എന്ന് തെറ്റായി രേഖപ്പെടുത്തി. ഇതുമൂലം ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വിഷയത്തിൽ തൽക്കാലം 6 മാസത്തേക്ക് ലൈസൻസ് പുതുക്കി നൽകാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. എന്നാൽ 6 മാസത്തിനുള്ളിൽ പ്രത്യേക സമിതി രൂപീകരിച്ച് സർക്കാരിനെ സമീപിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി വിഷയത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ A പ്രസാദും വ്യക്തമാക്കി. TCV തൃശൂർ. മാളയിൽ ബസ്സിൽ യാത്രക്കാരിയുടെ പണമടങ്ങിയ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ സഹോദരികൾ അറസ്റ്റിൽ. തമിഴ്നാട് ശിവകാശി സ്വദേശിനികളായ സീന, മഞ്ജു എന്നിവരാണ് പിടിയിലായത്. മാള പറമ്പി റോഡിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന തുമ്പൂർ സ്വദേശിനി കല്ലിക്കര വീട്ടിൽ ലതികയുടെ ബാഗ് മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SIമാരായ ബെന്നി, ഷാലി, ASI ഷാജിദ, CPO അഖിലേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്റ്റേഷൻ റൌഡിയും 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ മാള മേലാംതുരുത്ത് സ്വദേശി കരിയാട്ടി വീട്ടിൽ ജെറിനെ കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലാക്കി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാള പോലീസ് സ്റ്റേഷൻ SI ബെന്നി, CPOമാരായ സിജോയ്, കിരൺ എന്നിവർ ഉത്തരവ് നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകി. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി കിഴുത്താണി സ്വദേശിയായ യുവാവിൽ നിന്ന് 57 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ചാലക്കുളം സ്വദേശി താമരത്ത് വീട്ടിൽ അഖിൽ ആണ് പിടിയിലായത്. സൈബർ പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്ത്, GSI TN അശോകൻ, CPOമാരായ ഷിബു, സുധീപ്, അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. സിഗ്നലിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിലായി 2 കാറുകളും പിക്കപ്പ് വാനുമാണ് അപകടത്തിൽപ്പെട്ടത്. വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. പരിക്കേറ്റയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറുകൾക്കും പിക്കപ്പ് വാനിനും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി ആറ്റത്രയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിറമൽ അന്തോണി മകൻ 45 വയസ്സുള്ള റോബിനാണ് മരിച്ചത്. മുറിയുടെ പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് പിതാവ് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന ടീം കേരള ത്രിദിന പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ CT സബിത അധ്യക്ഷത വഹിച്ചു. ടീം കേരള ജില്ലാ ക്യാപ്റ്റൻ EB അഖിൽ, വൈസ് ക്യാപ്റ്റൻ ഇന്ദ്രജിത്ത് പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ പ്രളയ ദുരന്തത്തിന് ശേഷം രൂപീകരിച്ച വളണ്ടിയർ സേനയിലെ പ്രവർത്തകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 40 വളണ്ടിയർമാർക്കാണ് വിവിധ വിഷയങ്ങളിൽ 3 ദിവസത്തെ പരിശീലനം നൽകുന്നത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,730 രൂപ, പവന് 1,17,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷം. സിലിണ്ടർ ബുക്കിംഗിനായി ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്ക്. ജില്ലയിൽ 25% ഹോട്ടലുകൾ പൂട്ടി. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് വെൽഫെയർ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തും. ചർച്ച പൂർത്തിയാകും വരെ സമരം പാടില്ലെന്ന് ഹൈക്കോടതി.
വെള്ളറക്കാട് കിടപ്പ് രോഗിയായ വയോധികയെ കടിച്ചുകൊന്ന തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴുത്തിൽ ആഴത്തിൽ കടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ തൃശൂരിലെ സ്ഥാനാർത്ഥിയായത് ആഹ്ലാദകരമെന്ന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ. കവി സച്ചിദാനന്ദന്റെ കാലിൽ തൊട്ട് വണങ്ങി LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ തുടക്കം. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചടങ്ങ് ബഹിഷ്കരിച്ച് മേയർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.